സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 16-ാമത് ശ്ലോകമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ആ ഒരു ശ്ലോകത്തിൽ സുഖ ദുഃഖങ്ങളെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന് വളരെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ശീതോഷ്ണങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തേക്കാണ് കടക്കുന്നത്. ശീതോഷ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ ശീതോഷ്ണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, വളരെ പ്രധാനമായിട്ടുള്ളത്. ഇതും വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. പക്ഷെ എന്ത് വേണം? അല്പക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറാവണം. ഏതായാലും ഈ ഒരു ഭാഗം നമ്മളെ രാധിക മോള് ചൊല്ലുന്നുണ്ട്. അത് നമുക്കാദ്യം കേൾക്കാം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 16. നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിः. നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിः. നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിः. കേട്ടല്ലോ, വളരെ മനോഹരമായിട്ട് ആ 16-ാമത്തെ ശ്ലോകം രാധിക മോള് ചൊല്ലിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ട എന്താണ്? ശ്ലോകം മാത്രം ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. നമ്മളൊരു ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ ആ ചൊല്ലുന്ന സമയത്ത് അത് എവിടെ എങ്ങനെ മുറിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വയ അർത്ഥസാരങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അസത എന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ, ഭാവഹ ഉണ്ട് എന്ന ഭാവം, ന വിദ്യതേ അറിയപ്പെടുന്നില്ല, സദാ ഉള്ളതിന്, അഭാവ ഇല്ലായ്മ, ന വിദ്യതേ അനയോ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നില്ല, ഉഭയോ അഭി ഈ രണ്ടിൻ്റെയും, അന്തതു നിശ്ചയം, തത്വദർശഭി തത്വജ്ഞാനികളാൽ, ദൃഷ്ട അറിയപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ ഒരു ശ്ലോകത്തിലെ അന്വയ അർത്ഥസാരങ്ങൾ. ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ശ്ലോകം നമ്മൾ ഒരാൾ ഭഗവത്ഗീത എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്ന ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്നല്ലോ, ആത്യന്തികമായി ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവമില്ല, ഉള്ളതിനാകട്ടെ ഇല്ലായ്മയുമില്ല. ഈ രണ്ടിൻ്റെയും നിർണയം തത്വദർശികളാൽ അറിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ മനസ്സിലായോ? നമ്മൾ ഭഗവത്ഗീത പുസ്തകം നോക്കി പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത മറ്റാരെങ്കിലും നിന്ന് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക എന്ന് പറയാൻ കാരണം. ഞാനും ഭഗവത്ഗീത വായിക്കാറുണ്ട്, വായിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, വായിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഭഗവത്ഗീത വായിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. എന്നാൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ശ്ലോകം ശരിക്കും അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും. ഇതിലെ ഒരു ശ്ലോകം വേണമെങ്കിൽ വികൃതമാക്കിയിട്ട് വിരൂപമാക്കിയിട്ട് വിവരിക്കാം. അതിനർത്ഥങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ട് ഭഗവാന്റെ ഉദ്ദേശമല്ലാത്ത വിധത്തിൽ അങ്ങനെയും ചിലർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഭഗവത്ഗീതയിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് തന്നെ യഥാർത്ഥ സനാതന ധർമ്മ പ്രചാരകരിൽ നിന്ന് തന്നെ ഗീത പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? ആത്യന്തികമായി ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവമില്ല. ഇവിടെ തണുപ്പിനെക്കുറിച്ചും ചൂടിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തണുപ്പിനെ ശീതോഷ്ണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ തണുപ്പ് ഉള്ള സമയത്ത് നമ്മളിപ്പോൾ ഒരു കുളി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല തണുപ്പായിരിക്കും, ഒരു കുളിർമയുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു ഫാൻ്റെ കീഴിൽ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊരു നല്ല തണുത്ത് ചിലപ്പോൾ വിറക്കും. അപ്പോൾ അതേ സമയത്ത് വെളിയിൽ പോയിട്ട് ഒരാൾ വീട്ടിലേക്ക് വന്നു, അയാൾ നടന്ന് തളർന്ന് ക്ഷീണിച്ച് വരുന്നതാന്നിരിക്കട്ടെ, അവർ വേർത്ത് കുളിച്ചിട്ടാണുള്ളത്, അല്ലെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്തിട്ട് വന്ന ഒരാളാണ് ചിട്ട്, അപ്പോൾ വേർത്ത് കുളിച്ചിട്ടില്ല. അവർ ഈ ഫാനിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴുള്ള അനുഭവമാണോ കുളി കഴിഞ്ഞ ഉടനെ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക? രണ്ടാൾക്കും രണ്ട് അനുഭവമാണ്. പക്ഷെ ഫാൻ ഒന്നാണ്. ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് ഒന്നാണ്. ആ കാറ്റിൽ നിന്നും ഒരാൾക്ക് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കുളിർ വരുമ്പോൾ മറ്റൊരാൾക്ക് ഒരാശ്വാസമാണ് ഉണ്ടാകുന്നത്. കാരണം രണ്ടാൾക്കും രണ്ട് തരത്തിലാണ് ആ അനുഭവം ഉണ്ടാകുന്നത്. ഒരാൾക്ക് അസഹ്യമായിട്ട് തോന്നുമ്പോൾ ഒരാൾക്ക് ആശ്വാസമായി തോന്നുന്നു. ഇത് അവരുടെ അതുകൊണ്ട് ഈ ഫാനിൽ നിന്ന് കിട്ടുന്ന ഇത് കുളിരാണ് എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റാൾ പറയും അല്ല അപ്പം കുളിരൊന്നുമില്ല, ചെറിയൊരു ആശ്വാസം, അതല്ലേ പറയൂ. അപ്പോൾ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലുള്ളൊരു ഭാവമാണ് അവിടെ ഉണ്ടാകുന്നത്, തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ധാരണ ഇങ്ങനെയാണെന്ന്. അതേസമയത്ത് ആ വ്യക്തിക്ക് ശീതം എന്നുള്ളത് അനുഭവമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് താൽക്കാലികമാണ്, അത് സ്ഥിരമല്ല എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അദ്ദേഹം അതിലിങ്ങനെ ഇതായിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞൊന്ന് നല്ല കഠിനമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫാൻ്റെ കാറ്റ് നേരത്തെ കുളിരോടുകൂടി നിന്നാളില്ലേ, കഠിനമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരം ചൂടുപിടിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുളിര് അങ്ങ് അവിടെ ഇല്ലാതെയാകുന്നു. ആ ഫാൻ ഇട്ടിട്ടും അയാൾക്ക് കുളിരുണ്ടാകില്ല, AC ഇട്ടാലും കുളിരുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അയാൾ കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിന് ചൂട് പിടിപ്പിച്ച് വേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ തണുപ്പൊന്നും അവർക്ക് ഒരു തരത്തിലും ബാധിക്കുകയില്ല. അതേ സമയത്ത് ആ കഠിനാധ്വാനം ചെയ്ത് വന്ന ആൾക്കാർ AC-യിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കോ കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു ആശ്വാസം തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? ആ വ്യക്തി അനങ്ങാതെ കഠിനാധ്വാനം ചെയ്ത വ്യക്തി കുറേ നേരം അനങ്ങാതെ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് കുളിരായിട്ട് തോന്നുമ്പോൾ, ആ കുളി കഴിഞ്ഞ് വന്ന വ്യക്തി കഠിനാധ്വാനത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായി? അദ്ദേഹത്തിന് ആ കുളിര് വേർപ്പായിട്ട് ചൂടായിട്ട് തീരുന്നു. ആ അന്തരീക്ഷം, പ്രകൃതിയിലുള്ള അന്തരീക്ഷമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമാണത്. അപ്പോൾ ഒന്നും സ്ഥിരമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും കൂടി ഈ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം സത്യമാണ്. നമ്മൾ കണ്ണിൽ കാണുന്നതേ വിശ്വസിക്കൂ, നമ്മൾ നേരിട്ട് അറിയുന്നതേ വിശ്വസിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്. ആ സത്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു മനുഷ്യനെ പറഞ്ഞു, നമ്മുടെ മുന്നിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതെല്ലാം സത്യമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇതെല്ലാം സത്യമാണെന്ന് നമ്മൾ ധരിക്കുന്നു. നേരത്തെ ഉള്ള തണുപ്പ് സത്യമാണെന്ന് വിചാരിക്കുന്നു, ചൂട് സത്യമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇതെൻ്റെ മുത്തശ്ശനാണ്, ഇതെൻ്റെ സഹോദരനാണ്, ഇതൊക്കെ പറയുന്നത് എന്താ? ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഇതെല്ലാം താൽക്കാലികമായിട്ടൊരു നാടകവേദിയിലുള്ള അഭിനേതാക്കളെ പോലെയാണെന്ന് നമ്മൾ കണക്കാക്കണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. ഇപ്പം ഒരു മൺപാത്രം എടുത്തു വന്നിരിക്കട്ടെ. ഈ മൺപാത്രം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കും. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? അതിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കും, മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ നമ്മൾ മൺപാത്രങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിതിനൊരു മൂല്യമുണ്ട്. ഇതിന് മൺപാത്രത്തിൻ്റെ ഒരു മൂല്യം, ആ മൂല്യം കൊടുത്തിട്ട് നമ്മൾ ആ പാത്രം വാങ്ങിക്കുന്നിരിക്കട്ടെ, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. എന്നാൽ ഈ പാത്രം കയ്യിൽ നിന്ന് വീണുടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മൂല്യം എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഞാൻ മൺപാത്രം തന്നിട്ടുണ്ട്, അതിൻ്റെ മൂല്യമായിട്ട് എന്താ? ഒരു 500 ഗ്രാം അല്ല 1.5 കിലോ മണ്ണ് കൊണ്ടാണ് ഈ പാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ 1.5 കിലോ മണ്ണാണ് തന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ അതിൻ്റെ പൈസ എന്തായാലും എനിക്ക് തരേണ്ടത്. ഇയാൾ കൊടുക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് വീണ് പോയത്. അപ്പോൾ അയാൾ കയ്യിൽ നിന്ന് വീണുകൊണ്ടാണ് നിങ്ങൾ തരുമ്പോഴാണല്ലോ വീണത്. എനിക്ക് ഇത് വേണ്ട, വേറെ വേണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് തരാൻ പറ്റില്ല. അതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? ഇയാൾ പറയും ഞാൻ നിങ്ങൾക്ക് പാത്രം തന്നിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിപ്പോയതോ ഇതൊന്നുമല്ല വിഷയം. കാരണം ആ മണ്ണ് ഇവർ താഴെ വീണത് മൊത്തം തന്നെ ഒരു തരി പോലും നഷ്ടപ്പെടാതെ പൊറുക്കിയെടുത്ത് നോക്കുക. 1.5 കിലോ മണ്ണുണ്ട്, നിങ്ങൾ വേറൊരു കാര്യം നോക്കി നോക്കോ, ഇത് കൃത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നു, അയാൾക്കത് ഉപകാരമുണ്ടോ?
അയാൾക്കത് ഉപകാരമില്ല. പക്ഷേ അയാൾ കൃത്യമായിട്ട് കൊടുത്തത് 1.5 കിലോ മണ്ണിൻ്റെ പാത്രമാണ്. മണ്ണ് കുഴച്ച് ഇതാക്കിയിട്ടൊരു പാത്രമാക്കി കൊടുക്കുമ്പോൾ അതിന് മൂല്യം വന്നു. പക്ഷെ അത് സ്ഥായിയല്ല, ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകും, അത് തകർന്നു പോകും. പക്ഷെ ആ മണ്ണ് അവിടെ സ്ഥായിയായിട്ടുണ്ട്. ഇതേ മണ്ണ് വീണ്ടും നല്ല പൗഡർ പോലെ പൊടിച്ചിട്ട് വീണ്ടും കുഴച്ചിട്ട് വേണമെങ്കിൽ ഒരു പാത്രം ഉണ്ടാക്കാം. ഒരു പണി അറിയുന്ന ഒരാൾക്ക് പാത്രം ഉണ്ടാക്കുക. അത് അതേ വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് മൂല്യം കാണുന്നത് പാത്രത്തിനാണോ മണ്ണിനാണോ? ഇവിടെ അദ്ദേഹം മണ്ണ് കാണുന്നേയില്ല. പാത്രം വാങ്ങാൻ വന്ന ആൾ മണ്ണല്ല കാണുന്നത്, അവിടെ പാത്രത്തിനാണ് മൂല്യം കണക്കാക്കുന്നത്. അതേപോലെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ 1 പവൻ സ്വർണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാറില്ല. നമ്മൾ ഒന്നുകിൽ ഒരു വള വേണം, അല്ലെങ്കിൽ ഒരു മോതിരം വേണം, അല്ലെങ്കിൽ ഒരു മാല വേണം. അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മൾ വില കുറച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന മൂല്യം വളക്ക്, മാലയ്ക്ക്, കമ്മലിന്, മോതിരത്തിന്, ഇങ്ങനെയുള്ള ആഭരണങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വില കൊടുത്ത് വാങ്ങിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും, ഇത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു ധാതു ലവണമാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്, മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു തരികളാണ്. ഈ തരിക്ക് നമ്മൾ ഇത്ര പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കിട്ടിയാൽ നമുക്ക് വേണോ? വേണ്ട. പക്ഷെ സ്വർണം വേണ്ടേ? വേണം. ഇത് ഇനി വളയാണ് നമ്മൾ വാങ്ങിക്കുന്നിരിക്കട്ടെ, വള നമ്മൾ കൊണ്ടുപോയി ഒരു ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂല്യം കിട്ടുമോ? കിട്ടില്ല. പക്ഷെ എന്താണ്, അത് സ്വർണത്തിൻ്റെതാണ്. ആ സ്വർണത്തിൻ്റെ വളയാക്കുമ്പോഴാണ് നമുക്കതിനോട് താല്പര്യം തോന്നുന്നത്. വളയാക്കാതെ വേറെ തരികൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കില്ല, നമുക്കതുകൊണ്ട് ഉപയോഗവുമില്ല. അപ്പോൾ ആ വള കണ്ടപ്പോൾ നമ്മളത് വാങ്ങിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ വള നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഈ വള വേണ്ട എന്ന് തോന്നി. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഒരുക്കിയിട്ട് മറ്റൊരു ആഭരണം ഉണ്ടാക്കും. അപ്പോൾ അവിടെ സ്വർണത്തിനാണ് മൂല്യമെങ്കിലും അവിടെ നമ്മൾ ആ ആഭരണത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ട് അതിനാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുക. നമ്മുടെ ആവശ്യം വളയാണെങ്കിൽ നമ്മൾ വളയാണ് വാങ്ങിക്കുക. സ്വർണം ഒരു തരി വാങ്ങിച്ചിട്ട് നമുക്ക് കൈക്ക് പറ്റിച്ച് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് സ്വർണം എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ വളയോ മോതിരമോ മാലയോ ഒന്നും തന്നെ സ്ഥായിയായിട്ടുള്ളതല്ല. മണ്ണ് കൊണ്ട് നമ്മൾ മണ്ണിൻ്റെ കലമുണ്ടാക്കുന്നു, പിന്നെ അത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ ചട്ടി ഉണ്ടാക്കാം, അത് അറിയുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നമ്മൾ കലമാണ് സത്യമെന്ന് വിചാരിക്കുന്നത് തെറ്റി, വളയാണ് സത്യമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി, മോതിരമാണ് സത്യമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. യഥാർത്ഥത്തിൽ അവിടെ സത്യം എന്താണ്? അവിടെ സ്വർണമാണ് സത്യം, അവിടെ മണ്ണാണ് സത്യം. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മൾ മൂല്യം കൊടുക്കുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ രൂപങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെയും അത്തരത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെ യുദ്ധഭൂമിയിൽ അർജുനൻ നിൽക്കുന്ന സമയത്ത് അർജുനൻ്റെ മുന്നിലുള്ള ദുര്യോധനാദികളും ദ്രോണരും ഭീഷ്മരും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളുടെയൊക്കെ മുന്നിൽ എന്താണ്? അവരമ്മാവനാണ്, മുത്തശ്ശനാണ്, സുഹൃത്താണ്, സഹോദരനാണ്, പിതൃക്കളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. യഥാർത്ഥത്തിൽ അവരെന്താണ്? അവരിപ്പോൾ ആ ശരീരം സ്വീകരിച്ച, ഒരു പ്രത്യേക ശരീരം സ്വീകരിച്ചിട്ടുള്ള ആത്മാക്കളാണ്. അവരെല്ലാം ആത്മാവുണ്ട് അതിനകത്ത്, അതിലെല്ലാം ആത്മാവുണ്ട്. പക്ഷെ നമ്മൾ ആത്മാവിനെ തിരിച്ചറിയുന്നില്ല. ആ ആത്മാവാണ് അതിൽ സ്ഥായിയായിട്ടില്ല. ഇന്നിപ്പോൾ ഈ ശരീരത്തിലുണ്ടെങ്കിൽ നാളെ ഈ ശരീരത്തിൽ ഉണ്ടായില്ല. ആ ശരീരം ഉപേക്ഷിച്ച് ആ ആത്മാവ് വേറെ ശരീരം സ്വീകരിക്കും. ഇന്ന് ഈ ആഭരണമായിട്ടുള്ള വളയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വള അത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉരുക്കിയിട്ട് മോതിരമാക്കുന്നത് പോലെ ഇന്ന് ഭീഷ്മരാണെന്ന് നമുക്ക് തോന്നുന്നത് ആ ശരീരം അതിനു മുമ്പ് വേറെ ഒന്നായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ശിഖണ്ഡിയെ നമ്മൾ മുന്നിൽ നിർത്തിയിട്ട് ഭീഷ്മരെ കൊന്നതറിയാം. അപ്പോൾ ഈ ശിഖണ്ഡിയെ കൊല്ലാൻ കാരണം, ശിഖണ്ഡി മുന്നിലേക്ക് വരാൻ കാരണം എന്നാൽ അതിനു മുമ്പ് ആ വ്യക്തി അംബയായിരുന്നു. ആ അംബയുടെ ഉള്ളിലുള്ള അതേ ആത്മാവാണ് ശിഖണ്ഡിയുടെ രൂപത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആത്മാവ് വന്നായിരുന്നു, പക്ഷെ രൂപങ്ങൾ മാറി. അപ്പോൾ ഇന്ന് ദുര്യോധനനും മറ്റുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, അവർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് മുന്നേ എന്താ പറഞ്ഞറിയോ? ഇവരെൻ്റെ ശത്രുക്കളാണെന്നാണ് പറഞ്ഞത്. ഇവർ ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് വന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇതൊന്നും അല്ല, അവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അവരെനിക്ക് കൊല്ലാൻ കഴിയില്ല, അവരിങ്ങോട്ട് കൊന്നാലും ദോഷമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത് സത്യമാണോ? കുറച്ച് കഴിഞ്ഞാൽ ഇവരും അങ്ങോട്ട് മരിച്ചു പോകും, അല്ലെങ്കിൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ആത്മാവ് പോകും. ആത്മാവ് വേറെ ശരീരത്തിലേക്ക് പോകും. അപ്പോൾ ഇതൊന്നും സത്യമല്ല. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ അസത്യമായ വാക്കുകളുടെ പുറകെയാണ് നമ്മളെല്ലാം പോകുന്നത്. ആത്മാവിനെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ? ശീതത്തിനെ ചൂടുള്ള ആൾക്കാർ പറയും ഇപ്പം ശീതമില്ല എന്ന് പറയും, നല്ല ചൂടുള്ള ആൾക്കാരാണെങ്കിൽ. അതേസമയത്ത് ചൂടിനെ തണുത്ത പ്രദേശത്ത് അല്ലെങ്കിൽ തണുപ്പ് അനുഭവിക്കുന്ന ആളാണെങ്കിൽ പറയും ചൂടില്ല എന്ന് പറയും. പക്ഷേ ചൂടുണ്ട് അന്തരീക്ഷത്തിൽ, തണുപ്പും അന്തരീക്ഷത്തിലുണ്ട്. ഒരാളുടെ ശരീരപ്രകൃതത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഇവിടെ ആത്മാവിനെ ഉണ്ട് എന്ന് പറയുന്നത് ആരാ? ആത്മാവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർ മാത്രം.
അല്ലാത്ത ആൾക്കാർ പറയുന്നതാ ഇതിൽ നീ എൻ്റെ ശരീരത്തിലുള്ളത് ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, അവരത് അംഗീകരിക്കില്ല. അങ്ങനെ പൊള്ളയാണ് എന്ന് പറഞ്ഞിട്ട് അവർ കരുതും. അപ്പോൾ ആത്മാവില്ലേ? ആത്മാവേ ഉള്ളൂ. പക്ഷേ ആത്മാവ് പല രൂപത്തിൽ ഉള്ള ശരീരത്തിലൂടെ നമ്മുടെ മുന്നിൽ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊരു കാര്യം, ഇത്തരത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഓരോ സഹോദരിമാരും ഓരോ അമ്മമാരും ഓരോ രക്ഷിതാവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ആ മക്കൾ പലരുടെയും വാക്കുകൾ കേട്ടിട്ട് അതിലേക്ക് അങ്ങോട്ട് പോകും. പലരുടെയും വാക്കുകൾ കേട്ടിട്ട് കോളേജിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് ഒരുത്തൻ പറയാണ്, പുഴയൊക്കെ നിന്നിട്ട് പറയും, നീ നല്ല സുന്ദരിയാണ്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിന്ന് പോകും, നിനക്കെന്തൊരു കഴിവാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാന്നിട്ട് മോഹന വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഈ പെൺകുട്ടി അറിയാതെ ഇവളുടെ മനസ്സ് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോകും. ശരിയാണല്ലോ. അങ്ങനെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛനെയും അമ്മയെയും പോലും ധിക്കരിച്ച്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ പോലും ധിക്കരിച്ചിട്ട് ഇവൻ്റെ ഈ പൊള്ളയായ വാക്ക് കേട്ടിട്ട് അവൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇറങ്ങിപ്പോകും. അവൻ്റെ കാര്യം നേടിക്കഴിഞ്ഞാൽ അവളെ വെച്ചിട്ട് വീഡിയോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് വെച്ചുകൊണ്ട് അത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റു പലർക്കും കാഴ്ചവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്കാണോ സത്യം, ഇവൻ്റെ പ്രവൃത്തിയാണോ സത്യം? ഇവൻ്റെ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, ഇവൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വാക്ക് മാത്രം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്, പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രം. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ പലരും പലതും പറഞ്ഞു വരും. ഇത് നല്ല സാധനമാണ്, മറ്റേത് മോശം സാധനമാണ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഗുണമുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഭീമമായ പൈസ കൊടുത്ത് അവരുടെ വാക്കുകൾ കൊണ്ട് പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു വെക്കും. ഇങ്ങനെ വെച്ചിട്ട് അവർ പോയി വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മിക്സി അങ്ങ് ഇടുമ്പോൾ തന്നെ അത് അടിച്ചു പോകും, പൈസ അങ്ങോട്ട് പോയി. ആരോട് പറയാനാ? ഒരാൾ വന്നു, അവരുടെ വാക്ക് കേട്ട് അത് വാങ്ങിച്ചു. അങ്ങനെ പോയി വീഴുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതെല്ലാം പുറമെയായിട്ട് പൊള്ളയായിട്ടുള്ള വാക്കുകൾ മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പുറമെയായിട്ടുള്ള കലമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അത് വീണ് കഴിഞ്ഞാൽ അത് ഒന്നിനും കൊള്ളില്ല. അതുപോലെ ഈ വളയാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അത് ഉരുക്കി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഇത് കാണുന്ന ഈ മനുഷ്യനാണ് സത്യമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ ശരീരം വിട്ട് ഏത് നിമിഷം ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അതുപോലെ മറ്റു ചിലതുമുണ്ട്. സന്തോഷപരമായ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ, ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു അവസരത്തിലാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യയായ പെൺകുട്ടിയോട് മറ്റൊരാൾ പ്രേമാഭ്യർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ നല്ല സൗഹൃദ സംഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അദ്ദേഹമാണ് ലോകത്തിൽ ഏറ്റവും നല്ലവനെന്ന് തോന്നുന്നു, നല്ല വാക്ക് സംസാരിക്കുന്നു, പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കാത്ത പല സാധനങ്ങളും ഈ പെൺകുട്ടിക്ക് അവർ വാങ്ങിച്ചു കൊടുക്കുന്നു, നല്ല വാക്കുകൾ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അവളെന്ത് ചെയ്തെന്നറിയോ? തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് അവൻ്റെ ഒന്നിച്ച് പോകുന്നു. പിന്നീട് മനസ്സിലാകുന്നത് അവൻ ഇതുപോലെ കുറേ ഭാര്യമാരുണ്ട്, എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടിട്ടാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് ചാടിയത്. അവിടെ നഷ്ടപ്പെട്ടതായിരിക്കാം ഈ കുട്ടിയുടെ മക്കളെ ഉപേക്ഷിച്ചു, ഭർത്താവിനെ ഉപേക്ഷിച്ചു, അതുവരെ ഉണ്ടായിരുന്ന സുഖങ്ങൾ നഷ്ടപ്പെടുത്തി അവൻ്റെ കൂട്ടത്തിൽ പോയി. അവൻ താൽക്കാലികമായിട്ട് പലതും ചെയ്തിട്ട് അവസാനം അവളെ പെരുവഴിയിലേക്ക് തള്ളിപ്പോകുന്നു. അപ്പോൾ അവിടെയും നമ്മൾ വിശ്വസിക്കുന്നത് ആ വാക്കുകളാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്നിനെയും നമ്മൾ കാര്യമായി എടുക്കരുത്. അതൊന്നും സ്ഥായിയായിട്ടുള്ളതല്ല, അത് നമ്മൾ തൽക്കാലം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന തത്വദർശികളായ ആൾക്കാരെന്ത് ചെയ്യും? ഇവൻ്റെ വാക്കുകളിൽ ഇവ താൽക്കാലികമായിട്ടുള്ള വാക്കുകളാണ്, ഇതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ സന്തോഷവാനാണ്, ഇതിൽ തന്നെ ഞാൻ സന്തുഷ്ടതയോടുകൂടി നിൽക്കണം എന്നുള്ള ചിന്ത വേണം. അതിന് പകരം ആ വാക്കുകൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറകെ വലിയൊരു ദോഷമാണ് വരുന്നത്. ഇവിടെ അർജുനോട് പറയുന്നതും അത് തന്നെയാണ്. അർജുന, നിനക്ക് നോക്കുന്ന സമയത്ത് മുൻപിൽ നിരവധി ആൾക്കാരെ കാണുന്നുണ്ട്. ഇവരൊക്കെ നീ ആദ്യം പറയുന്നതാണ്, ദുര്യോധനൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ദുശാസനൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കർണൻ അങ്ങനെയാണ്, ഇവരെ ഞാൻ പൊടിക്കും അടിക്കും കൊന്നുകളയും എന്നൊക്കെ വീരവാദം മുഴക്കി. അതേ നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ഇവരെ നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കാണുന്നത് അർജുനനോ, ഈ കാണുന്നത് ദുര്യോധനനോ, ഈ കാണുന്നത് ദുശാസനനോ, ഈ കാണുന്ന അത് ഒന്നും സത്യമല്ല. ഇതൊന്നും സത്യമല്ല. ഇതൊക്കെ ഇന്ന് നിൻ്റെ മുമ്പിൽ കാണുന്ന നാടകങ്ങളെന്ന് മാത്രം വിചാരിക്കുക. ഇവരൊന്നും സ്ഥായിയായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ താൽക്കാലികമായിട്ട് ഇവിടെ കുറച്ച് കാലത്തേക്ക് മാത്രം ആടുന്നതാണ്. ഇവരൊക്കെ ഏത് നിമിഷവും ഇവിടുന്ന് പോകും, ഈ ശരീരം ഉപേക്ഷിച്ചു പോകും. അത് നീ കൊന്നാലും ഇല്ലെങ്കിലും കൊന്നിട്ടില്ലെങ്കിലും എങ്ങനെയായാലും അവരാ നിശ്ചിത കാലം കഴിയുമ്പോൾ ഇവിടെ നിന്ന് അവർ വിട്ടുപോകും, ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കുവാൻ. ട്രെയിൻ യാത്രയിലും ഇതേപോലെ സംഭവിക്കാറുണ്ടല്ലേ? നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാരായിട്ട് നല്ല കമ്പനിയാകും,
വളരെ ഗംഭീരമായി കമ്പനിയായിട്ട് സംസാരിക്കുന്നതെല്ലാം ചെയ്യും. അവസാനം അവരെന്ത് ചെയ്യും, പാക്കറ്റ് പൊട്ടിക്കുന്നു, ഒരു ഭക്ഷണം കൊടുക്കുന്നു, ആ ഭക്ഷണം നമ്മൾ വാങ്ങി കഴിക്കുന്നു, ബോധം കെട്ട് കിടന്നുറങ്ങിപ്പോകും അബോധാവസ്ഥയിൽ. ഈ സമയത്ത് നമ്മൾ അടിവസ്ത്രമടക്കം അഴിച്ചെടുത്തിട്ട് അവരങ്ങോട്ട് പോകും. അവിടെയും നമ്മൾ ആ മോഹനമായ വാക്കുകളിലാണ് ചെന്ന് ചാടുന്നത്. അപ്പോൾ ഒരാളും ചിന്തിക്കരുത് ഇന്നീ കാണുന്നതെല്ലാം സത്യമാണ്, ഇതേ സത്യമുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കരുത്. കാരണം ഇതൊന്നും ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല, ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല. നമ്മുടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും, ഇവരൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ? ഇതൊക്കെ എത്ര കാലത്തേക്കാണ്? ഇത് ഏത് കാലവും ഈ ഭൂമിയിൽ നിന്നും വിട്ടു പോകും. അവരുടെ ആത്മാവ് നാളെ വേറൊന്നായി തീരും. അപ്പോൾ നമ്മളിതിനെയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. നമ്മളൊന്നും അവരുടെ കാലിൽ ഒന്ന് ഇടിച്ചു പോയി നമ്മുടെ മക്കളുടെ കാല് എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സങ്കടം വരും, വിഷമം വരും. നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കും, പരിചരിക്കും, അവിടെ കൂട്ടിയിരിക്കും, ഒക്കെ ചെയ്യും നമ്മൾ. എത്ര കാലത്തേക്കാണ്? ഇതേ മക്കളാണ് നാളെ നമുക്കെതിരെ തിരിയുക, അതും നമ്മൾ ചിന്തിക്കുന്നില്ല. അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് എപ്പോഴും എന്ന്. അങ്ങനെയുള്ള ആ മോഹ വലയത്തിലാണുള്ളത്. ഇതൊന്നും സ്ഥായിയല്ല, ഇതൊന്നും നിലനിൽക്കുന്നതേ അല്ല. അപ്പോൾ ഇന്നുള്ളതിന് നമ്മൾ തൽക്കാലം നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് ഈ താൽക്കാലികമായതിനെ മാത്രം നമ്മൾ എന്ത് വേണം? സഹിക്കുക. താൽക്കാലികമായതിനെ മാത്രം നമ്മൾ അടുപ്പം കൂടുക. നേരത്തെ പറഞ്ഞ പോലെ സുഖങ്ങളും താൽക്കാലികമാണ്, ദുഃഖങ്ങളും താൽക്കാലികമാണ്, അതുപോലെ ബന്ധുജനങ്ങളും താൽക്കാലികമാണ്, സുഹൃത്തുക്കളും താൽക്കാലികമാണ്, അതുപോലെ ശീതവും ഉഷ്ണവും എല്ലാം താൽക്കാലികമാണ്. അപ്പോൾ നമ്മുടെ ഒന്നിച്ചുള്ളത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യയുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും. ഇവരൊക്കെ ഒരു ദിവസം പിറ്റേ ദിവസം മരിച്ചു എന്നിരിക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ശവം അവിടെ കിടത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഈ ബന്ധുജനങ്ങൾ, ഭാര്യയും ഭർത്താവും ഒക്കെ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചെങ്കിൽ ഭാര്യയൊക്കെ നിലവിളിച്ച് കരയുന്നുണ്ട്. ഭാര്യ മരിച്ചതെങ്കിൽ ഭർത്താവ് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മക്കൾ വരാനുണ്ട്, അത്ര മക്കൾ പുറത്താണ്, ഗൾഫിലാണ്. അപ്പോൾ ഇന്ന് രാത്രി ജനങ്ങളെല്ലാം അവിടെയുണ്ട്. ജനങ്ങൾ പറഞ്ഞു, ഏതായാലും ഇന്നലെ വരെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് വീട്ടിൽ പോയിട്ട് നാളെ വന്നിട്ട് ബോഡി എടുക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി അവർ രണ്ടാളും ഒരു റൂമിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കെട്ടിപ്പിടിച്ച് കിടന്ന അവർ ആ രാത്രി ഒന്നിച്ച് കിടക്കില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമായി. പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ ഒന്നും സ്ഥായിയായിട്ടുള്ള, ഈ കാണുന്നത് ഒന്നും സത്യമല്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നിനെയും കാണാൻ. എങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിലേക്ക് മുഴുകിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ കുഴിയിലേക്കാണ് വീഴുന്നത്. ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്നത്. ഇതൊന്നും സത്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത്. എന്താണ്? ആത്യന്തികമായി ഇല്ലാത്തതിനെ ഉണ്ട് എന്നുള്ള ഭാവം ഇല്ല. ഇല്ലാത്തതിനെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്, ഏത് ശരീരമാണ് കാണുന്നത്, അവിടെ ആത്മാവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഇവിടെ ആത്യന്തികമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ശരീരമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് തെറ്റ്. ശരീരമല്ല സത്യം. എന്നാൽ ആ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ നമ്മൾ കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആത്മാവിനെ നമ്മൾ കാണുന്നില്ല. ആത്മാവിനെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ആ ആത്മാവ് ഉള്ളത് കൊണ്ട് അത് നടക്കുന്നത്. ഒരു വൈദ്യുതി കമ്പി, നമുക്കറിയാം, ഇലക്ട്രിക് കമ്പി ഇങ്ങനെ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ അതിൽ വൈദ്യുതി ഉണ്ടെന്ന് നമുക്ക് അറിയേയില്ല, ഒരിക്കലും കാണാൻ മനസ്സില്ല. അതുകൊണ്ട് ഇതിൽ കറണ്ടൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ കമ്പി പിടിച്ചാലോ ഷോക്ക് അടിച്ച് തീരും. അതിൻ്റെ ഉള്ളിലുണ്ട് സാധനം, നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്ന എന്താ? കമ്പി. ഇതെന്താ ഒരു കമ്പിയല്ലേ എന്ന് വെച്ച് പിടിക്കാൻ പറ്റുമോ? അതിനുള്ളിൽ വൈദ്യുതി ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ശരീരം നമുക്കിങ്ങനെ കാണുന്നുണ്ട്, നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണുന്നുണ്ട്, പക്ഷി മൃഗാദികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ മൃഗമല്ലേ പക്ഷിയല്ലേ എന്ന് വെച്ചിട്ടല്ല നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെയുള്ളൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനെ നമ്മൾ തിരിച്ചറിയണം. അതാണ് സത്യം, മറ്റൊന്നും സത്യമല്ല എന്ന ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.